ഇത്തരത്തിൽ ഉള്ള ഒരു ഔപചാരികതക്കൊന്നും പുറപ്പെടാത്ത ഒരാളാണ്. കാരണം ഞാൻ കുറേ പുസ്തകങ്ങൾ, കുറേ ഇല്ല, വളരെ കുറച്ചാണ്, 4-5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്നിനും കാര്യമായിട്ട് ഇതുപോലും റിലീസ് പോലും ഉണ്ടായിട്ടില്ല. ഇതിന് ഇങ്ങനെയൊരു വിശദമായ രീതിയിലുള്ളൊരു ചർച്ച നടക്കണമെന്നത് എൻ്റെ നിർബന്ധമാണ്. കാരണം ഞാനിവിടെ ഈ പുസ്തകത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. കാരണം പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ അതിൽ ലെവി സ്ട്രോസിനെ കുറിച്ചാവാം, ശരിയെക്കുറിച്ചാവാം, നമ്മുടെ ജ്ഞാന പദ്ധതികളെ കുറിച്ചാവാം, അത് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാവാം. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും പുസ്തകം കയ്യിൽ പോകുന്നതിനടിയിലെത്തും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കത് നേരിട്ട് വായിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ്, ഞാൻ 5 മിനിറ്റേ സംസാരിക്കുള്ളൂ. പിന്നെ ഞാൻ കേൾവിക്കാരനാണ്. ഞാൻ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ ഓരോ വിഷയത്തിലും പ്രഗത്ഭരായ ആളുകളാണ് വന്നിരിക്കുന്നത്. അവരുടെ ഇതിനോടുള്ള സമീപനം എന്താണ് എന്ന് സാവൂതം കേൾക്കാനാണ് ഞാൻ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് വേണം അതിനെ തിരുത്താനും അതിനെ പുതിയ ഒരു പാഠത്തിലേക്ക് അതിനെ നയിക്കാനും ഒക്കെ, ഈ പുസ്തകത്തെ നയിക്കാനും. കാരണം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഒരു അന്താരാഷ്ട്ര ശാലയെ കൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു ചർച്ച. കാരണം എനിക്ക് ലെവി സ്ട്രോസിനെ ഭയമാണ്. അതുകൊണ്ടാണ് ലെവി സ്ട്രോസിനെ അങ്ങനെയൊന്നും തൊട്ട് കളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ 3 കൊല്ലം തൊട്ട് കളിച്ച് അവസാനം ഓടി രക്ഷപ്പെട്ടതാണ്. ഞാൻ 3 കൊല്ലം ലെവി സ്ട്രോസിൽ ഗവേഷണം ചെയ്ത ഒരാളാണ്. എന്നിട്ട് PhD വേണ്ട എന്ന് വെച്ച് മൈസൂരിൽ നിന്ന് മടങ്ങിയ ഒരാളാണ്. അതിനുശേഷം ഈ ആശയം മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ലെവി സ്ട്രോസ് എന്ന് പറയുന്ന, നമുക്കും എല്ലാവർക്കും അറിയാലോ, മലയാളത്തിൽ ലെവി സ്ട്രോസിനെ കുറിച്ച് പുസ്തകങ്ങളൊന്നും ഇല്ല. ആകെ ഒരു പുസ്തകമാണ് ഞാൻ കണ്ടത്. അത് രാജൻ ഗുരുക്കൾ സാറിൻ്റെ പുസ്തകമാണ്. അത് വളരെ ചെറിയൊരു പുസ്തകമാണ്. ലീച്ച് എഴുതിയ ക്രിട്ടിസിസത്തിൻ്റെ മാതൃകയിൽ രാജൻ ഗുരുക്കൾ എഴുതിയൊരു പുസ്തകമാണ് ലെവി സ്ട്രോസ് എന്ന് പറഞ്ഞ ഫോണ്ടാന സീരീസിൽ വന്നതിന് സമാന്തരമായിട്ട് 81-ലോ മറ്റാണ് പാലക്കാട് വെച്ചിട്ട് അത്തരമൊരു സീരീസ് ഇറക്കുന്നുണ്ട്. മാർക്സ് ലോകത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ ഒരു സീരീസ് ഇറക്കിയതിൽ ഒന്ന് ഉണ്ട്. പക്ഷെ അതിലൊന്നും വളരെ വ്യക്തമായിട്ട് ആരാണ് ലെവി സ്ട്രോസ് എന്നും, ലെവി സ്ട്രോസിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നും, ലെവി സ്ട്രോസിൻ്റെ തത്വചിന്ത എന്താണ് എന്നും, അദ്ദേഹത്തിൻ്റെ വിശകലന സമ്പ്രദായം, പഠന പദ്ധതി എന്താണെന്നോ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു പുസ്തകം സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവാവുന്നത്. സ്ട്രക്ചറലിസമാണ് ബേസിക്കലി ഈ സാധനം. സ്ട്രക്ചറലിസം നമ്മളോട് വിട പറഞ്ഞിട്ട് ഏതാണ്ട് 40 വർഷമായി. 90കളാകുമ്പോഴേക്കും സ്ട്രക്ചറലിസം പൂർണ്ണമായിട്ട് വേദിയിൽ നിന്ന് മാറി നിൽക്കുകയും ഡീകൺസ്ട്രക്ഷൻ വരികയും അതിനുശേഷം ഒരുപാട് ആശയ സംഹിതകൾ, അതിനനുകൂലമായ ആശയ സംഹിതകൾ, ആഗോളീകരണത്തെ പിന്തുണക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആശയ സംഹിതകൾ ലോകത്തുണ്ടാവുകയും അതോടെ ലെവി സ്ട്രോസ് തമസ്കരിക്കപ്പെടുകയും ചെയ്തു. പിന്നെന്തിനാണ് ഈ പുറപ്പാട് എന്ന ഒരു ചോദ്യം? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിനാണ് ലെവി സ്ട്രോസിനെ ഇങ്ങനെ വീണ്ടും ആനയിച്ചു കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം തീർച്ചയായും അക്കാദമിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഉണ്ടാവും. അതിലുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, സ്ട്രക്ചറലിസം അവസാനിക്കുന്നതിന് ഒരു രാഷ്ട്രീയമായ, സാമൂഹികമായ, സാമ്പത്തികമായ കാരണങ്ങളുണ്ട്. നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന
ദേശരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം ശക്തിപ്പെടുകയും ആ രീതിയിൽ ലോകം മുഴുവൻ രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും മാറിത്തീരുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ട് ആ രാഷ്ട്രം സ്വതന്ത്രമായി നിൽക്കുന്ന സെൽഫ് റിലയൻ്റ് ആയ രാഷ്ട്രമായിരിക്കണം എന്നും അതിനകത്ത് മറ്റുള്ളവർക്ക് കടന്നു കയറാൻ പാടില്ല എന്നും അതിന് നിയമാവലികൾ ഉണ്ടാക്കുകയും അങ്ങനെ ദേശരാഷ്ട്രങ്ങൾ ലോകത്ത് മുഴുവൻ ഉണ്ടായ കാലത്താണ് അതിൻ്റെ ഐഡിയോളജിയാണ് സത്യത്തിൽ സസൂറിൻ്റെ 1916 ആരംഭിക്കുന്ന ചിന്തയുടെ തുടർച്ചയായിട്ടാണ് ഈ സ്ട്രക്ചറലിസം രംഗത്ത് വരുന്നത്. അത് 80 കഴിയുമ്പോഴേക്കും മുതലാളിത്തം വേറെ വഴിക്ക് യാത്ര തുടങ്ങുകയും ഈ ദേശരാഷ്ട്രത്തെ തകർക്കാതെ ഇനി മുതലാളിത്തത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയുകയും അതിനനുകൂലമായ ആശയ സംഹിതകൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് സൃഷ്ടിക്കുകയും നമുക്കറിയാം അക്കാദമിഷ്യന്മാരാണ് പ്രത്യയശാസ്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ പ്രത്യയശാസ്ത്രങ്ങൾ സൃഷ്ടിക്കുകയും അവിടെയാണ് ഡെറീഡിയും നമ്മുടെ ഈ പറയുന്ന പുതിയ നിരനിരയായി വന്ന ആളുകൾ മുഴുവൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന. അങ്ങനെയാണ് ലോകത്ത് ആഗോളീകരണം സാധ്യമാകുന്നത്, ഉദാരീകരണം, ഏകീകരണം തുടങ്ങിയ ആശയങ്ങൾ ശക്തിപ്പെടുന്നതും. അങ്ങനെ മുതലാളിത്തം പുതിയൊരു രീതിയിലേക്ക് വളരുന്നത്. അതുകൊണ്ട് ലെവിസ്ട്രോസ് തകരുക അല്ലെ, ലെവിസ്ട്രോസിനെ തമസ്കരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ സാമ്പത്തികമായ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുകൂടിയാണ് ഇനി അങ്ങോട്ട് നമുക്ക് ലോകത്ത് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഈ ഏകീകരണ പ്രക്രിയ, ഉദാരീകരണ പ്രക്രിയ അവസാനിപ്പിച്ചേ മതിയാവൂ എന്നും അത് അവസാനിക്കണമെങ്കിൽ അതിനനുകൂലമായ ആശയ സംഹിതകൾ, പ്രത്യയശാസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും അതിനനുസരിച്ച് ലോകം മാറുകയും ചെയ്യും. അതിനൊരു വഴി ലെവിസ്ട്രോസിനെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ആദിവാസികളുടെ കൂടെ അല്ലെങ്കിൽ ഒരു പരിധി വരെ വളരെ കൊല്ലം അദ്ദേഹം ആദിവാസികളുടെ ഇടങ്ങളിലാണ് അദ്ദേഹം ഫീൽഡ് വർക്ക് നടക്കുന്നത്. എന്നിട്ട് അവരോട് ഐക്യം പ്രഖ്യാപിക്കുകയും അവര് നിങ്ങൾക്ക് ചവിട്ടിമെതിക്കാനുള്ളതല്ല എന്നും ആധുനിക ലോകത്തിന് ഈ വികസനത്തിന് ചവിട്ടിമെതിക്കാനുള്ളതല്ല ആദിവാസി സമൂഹം എന്നും അവരും നമ്മളും തമ്മിൽ, ആദിവാസികളും ആധുനിക മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നും യുക്തിബോധം കൊണ്ട് രണ്ടുപേരും ഒന്നാണ് എന്നും അതുകൊണ്ട് അവരെ അംഗീകരിക്കണം എന്നും അദ്ദേഹത്തിൻ്റെ സീരീസ് ഓഫ് പുസ്തകങ്ങളുണ്ട്. മിത്തോളജിക്കൽ സയൻസ് മിത്തോളജിയുടെ സയൻസിൻ്റെ സീരീസാണ്. ആ സീരീസിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരസ്കരിക്കപ്പെടുന്നത്. ഇത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഞാൻ ഈ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആശയം നമുക്കറിയാം. കേരളത്തിൽ എത്ര പേര്, നമ്മുടെ പണ്ഡിതന്മാർ എത്ര പേര് ലെവിസ്ട്രോസിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമാണ്. അതുപോലെ ലെവിസ്ട്രോസിൻ്റെ വിശകലന സമ്പ്രദായം എങ്ങനെയാണ് വെച്ചാൽ ജനാധിപത്യം സോഷ്യലിസം ഒന്നും പറഞ്ഞാൽ മാത്രം പോരാ, അത് ജ്ഞാനോൽപാദനത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന്, ജ്ഞാനോൽപാദനത്തിൻ്റെ മെത്തഡോളജിയിൽ ഈ ജനാധിപത്യം ഉൾച്ചേരണം. അപ്പോൾ ഈ ജനാധിപത്യ സ്വഭാവത്തിലുള്ള ഒരു സത്യാന്വേഷണം നടക്കും. ഇതാണ് ലെവിസ്ട്രോസ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, സമയം കുറച്ചധികം എടുത്തു, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. എനിക്കിവിടെ പറയാനുള്ള കാര്യം, ഇതെന്തിനാ ഇങ്ങനെയൊരു പുസ്തക ചർച്ച ഇതുവരെ സാധാരണഗതിയിൽ നമ്മുടെ അറിവിൽ ഉണ്ടായിട്ടില്ല അല്ലേ? ഒരു പുസ്തകം എഴുതുക, എന്നിട്ട് അയാൾ തന്നെ ആളുകളെല്ലാം വിളിക്കുക, ഇത് വ്യത്യസ്ത വിഷയങ്ങളിൽ ആളുകളെ വിളിക്കുക, കുറേ ആളുകളെ ചർച്ച ചെയ്യാനും വിളിക്കുക, എന്നിട്ട് ഇങ്ങനെയൊരു പുസ്തക വിസ്താരം നടത്തുക എന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം
ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഈ ഒരു വിഷയം, ഈ പുസ്തകം എല്ലാവരും ഒരുപാട് പറയും മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ അല്ലേ, ബഹുവിധങ്ങളായ ജ്ഞാന മാതൃകകളുടെ ഒരു ചേർച്ചയാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇൻ്റർ ഡിസിപ്ലിനറി, മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ പറയും. പക്ഷേ ലെവി സ്ട്രോസിൻ്റെ പഠനങ്ങളൊക്കെ തന്നെ അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ഈ മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതിലേറെ ഈ പുസ്തകം അദ്ദേഹം മാറ്റിവെച്ച ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന ഇടങ്ങളിലേക്ക് എന്ന് പറഞ്ഞ കവിതയുടെ, ആഖ്യാന കവിതയുടെ അല്ലെങ്കിൽ ആഖ്യാനങ്ങളുടെ മേഖലകളിലേക്ക് ഇത് കടന്നു കയറേണ്ടതില്ല. ഈ സ്ട്രക്ചറലിസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചർ, ഞാൻ അയാൾ സ്ട്രക്ചറലിസ്റ്റ് ആണെന്നുള്ള അഭിപ്രായക്കാരനല്ല. അദ്ദേഹം സ്ട്രക്ചറലിസം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമാണ് എങ്കിൽ പോലും അദ്ദേഹം ഒരു ആഗമിക പഠനത്തിൻ്റെ വക്താവാണ്. ചരിത്രബോധത്തിലൂടെ സമൂഹത്തെ വിശകലനം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ആദിവാസി സമൂഹത്തിലുണ്ടാവുന്ന ഒരു അകമ്പൊരുൾ അല്ലെങ്കിൽ ഒരു പാരഡൈം എങ്ങനെയാണ് കാലത്തിലൂടെ സഞ്ചരിച്ച്, ദേശത്തിലൂടെ സഞ്ചരിച്ചിട്ട് വർത്തമാനകാലത്തിൽ എത്തി നിൽക്കുന്നത് എന്നും ആ വർത്തമാനകാലത്തിൽ എന്തുകൊണ്ടാണ് അത് വളരെ സങ്കീർണമായി തീരുകയും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നത് എന്നും ആണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ ഘട്ടങ്ങളാണ് ആദിവാസി സമൂഹത്തിൻ്റെ ആദിമ പൊരുൾ. ആ പൊരുളിൽ നിന്ന് വർത്തമാനകാലത്തെ പൊരുളിലേക്കുള്ള ഒരു ദീർഘമായ യാത്രയാണ് അദ്ദേഹത്തിൻ്റെ മിത്തോളജിയുടെ പഠനങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കരുതിക്കൂട്ടിയിട്ട് അക്കാദമിക സമൂഹം അദ്ദേഹം ഒരു സ്ട്രക്ചറലിസ്റ്റ് ആണെന്ന് സ്ഥാപിക്കുകയും അതിൻ്റെ കൂട്ടിൽ അടച്ചിടുകയും, അദ്ദേഹം സത്യത്തിൽ സംസ്കാരത്തിൻ്റെ വികാസത്തിൻ്റെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ബോധപൂർവം മറച്ചു വെച്ചു നമ്മുടെ അക്കാദമിക സമൂഹം. ആ മറച്ചു വെച്ചതിന് എതിരായ ഒരു പ്രവർത്തനം കൂടിയാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകം ഇപ്പോൾ ഇത്രയും ആളുകളെ വിളിച്ചിട്ട്, ഭാഷാശാസ്ത്രം തുടങ്ങിയിട്ട് സൈക്കോളജി തുടങ്ങിയിട്ട് എല്ലാ വിഷയങ്ങളും എങ്ങനെയാണ് ഈ പുസ്തകത്തെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് ഇനി അങ്ങോട്ട് മനസ്സിലാവും. എങ്ങനെയാണ് ഓരോ വിഷയം, ഈ വിഷയത്തെ ലെവി സ്ട്രോസിനെ കാണുന്നത്, എടശ്ശേരിയെ കാണുന്നത്, ഇവയെ ബന്ധിപ്പിച്ച ഈ പഠന പദ്ധതിയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇവരോരോരുത്തരും വിശദീകരിക്കും. അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് തിരുത്താനും പുതിയ ജ്ഞാന മേഖലയിലേക്ക് കടക്കാനും സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിത് ചർച്ചയ്ക്ക് വിടുകയാണ്. ഒരു പുസ്തകം ചർച്ചയ്ക്ക് വിടുകയാണ്. എന്നിട്ട് വേണം അതിൻ്റെ അടുത്ത എഡിഷനും അതിൻ്റെ ട്രാൻസ്ലേഷനും വരാൻ. എന്നിട്ട് വേണം അന്താരാഷ്ട്ര തലത്തിൽ ചിലരോട് ചില ചോദ്യം ചോദിക്കാൻ എനിക്കുണ്ട്. ഇവിടുത്തെ പ്രഗത്ഭരായ അക്കാദമിക പണ്ഡിതന്മാരോട്, ആന്ത്രോപോളജിസ്റ്റുകളോട്, സാമൂഹ്യ വിശാരദന്മാരോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് നിങ്ങളുടെ കൂടെ കൺസെൻറ്റ് കിട്ടിയിട്ട് വേണം എനിക്കത് ചെയ്യാൻ എന്നതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചത്.